മക്കളെ അനുഗ്രഹിക്കുന്ന വചനങ്ങൾ, ദ വേഴ്സസ് ദാറ്റ് ബ്ലെസ്സസ് അവർ ചിൽഡ്രൻ. മക്കളെ അനുഗ്രഹിക്കുന്നതിൻ്റെ ആദ്യത്തെ ദിവസം ഏകദേശം 4-5 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതാണ്. വചനങ്ങൾ എഴുതിയിട്ടിട്ട് നിങ്ങൾക്ക് കാണാവുന്നിടത്ത് അത് വ്യക്തമായിട്ട് വായിക്കത്തക്ക വിധത്തിൽ എഴുതിയിട്ട് നിങ്ങൾ വായിച്ചത് കാണാതെ പഠിക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കൾക്ക് തന്നെയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുന്ന സ്കൂളിലെ മറ്റു കൂട്ടുകാർക്ക് വേണ്ടിയും സ്കൂളിന് വേണ്ടിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. തന്നെ സ്വാർത്ഥതയാകരുത്. ദൈവം പ്രവർത്തിക്കുന്നത് പലപ്പോഴും നമ്മൾ സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ചിലപ്പം കേൾക്കത്തില്ല. പക്ഷെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരിൽ വ്യത്യാസം വരും, നമ്മുടെ മക്കളിൽ വ്യത്യാസം വരും. അങ്ങനെയെങ്കിലും ദൈവം പ്രവർത്തിക്കും. നമ്മളിനി സങ്കീർത്തനത്തിനകത്ത് 144:12 സങ്കീർത്തനം 144:12 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരി കൊത്തിയ മൂലത്തൂൺ പോലെയും ഇരിക്കട്ടെ. എന്താണ്? നമ്മുടെ പുത്രന്മാർ എങ്ങനെയുള്ളവരാണ്? ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെ. ചില വൃക്ഷങ്ങൾ നട്ടിട്ട് നമ്മൾ കരുതിയില്ലെങ്കിൽ അതങ്ങ് ഉണങ്ങിപ്പോവും. ഞാനാണെങ്കിൽ പലയിടത്തും ചെല്ലുന്നിടത്തെല്ലാം ഞാൻ തെങ്ങ് നടും. പക്ഷെ അത് കൂടെ നിന്ന് പരിചരിക്കാൻ പലപ്പോഴും അവിടെ നിന്ന് പിന്നെ മാറി വേറെ ആളെ ഏൽപ്പിച്ചു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണത്തില്ല. കാരണം അതിന് വെള്ളം ഒഴിക്കത്തില്ല, പരിചരിക്കത്തില്ല. വിശ്വസ്ത ജോലിക്കാരിപ്പോൾ ഇല്ല. ഇത് നമ്മളേൽപ്പിച്ച്, ഇതുപോലെ ദൈവം നമ്മളെ കാണുന്നതെന്ന് ചിന്തിക്കണം. നമ്മളെ ഏൽപ്പിച്ച മക്കളെ ദൈവത്തിന് വേണ്ടി തഴച്ചു വളർത്തുന്നവരാക്കേണ്ട ചുമതല നമ്മൾ അതേറ്റ്. അതില്ലെങ്കിൽ ക്ഷമ ചോദിച്ചിട്ട് വീണ്ടും ചെയ്യാൻ നമുക്ക്. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂൺ കൂൾ പോലെയും. നമ്മുടെ പെൺമക്കൾ മൂലത്തൂൺ പോലെ. അവർ ഓടിയൊന്നും നടക്കണ്ടെന്നേ. എന്തിനാണ് ഈ പെൺമക്കൾ ഈ ലോകമായ ലോകങ്ങളിലെല്ലാം പോയി ജോലി ചെയ്ത് കാശി ഉണ്ടാക്കിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഈ ബന്ധത്തരം കണ്ടിട്ടുണ്ട്. ഇവർ ജോലി ചെയ്താലേ നടക്കത്തുള്ളൂ. ശരിയാണ്, അങ്ങനെ ആയിരിക്കണം ഇപ്പോഴത്തെ. പക്ഷേ ക്രിസ്തുവില്ലാതെ ഇവർ ഓടി നടന്നിട്ട് ഒരു പ്രയോജനവുമില്ല. അത് പഠിപ്പിക്കാനാണ്. ഇപ്പം നമ്മുടെയൊക്കെ മക്കൾക്ക് നല്ല പഠിത്തമുണ്ട്. പക്ഷേ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഇതെല്ലാം യേശുവിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുവരുന്നത് ഇത് നിലനിൽക്കുന്ന എല്ലാ ജോലി ഉണ്ടെങ്കിലും യേശുവിൽ കൊണ്ടുവന്നാലേ അത് നിൽക്കത്തുള്ളൂ എന്ന് പഠിപ്പിക്കണം. അത് ദൈവത്തിന് നിർബന്ധമാണ്. നിലനിൽക്കുന്നത് സങ്കീർത്തനം 147:13 അവൻ നിൻ്റെ വാതിലുകളുടെ ഓടാമ്പുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാര്യമാണ്. അനുഗ്രഹിച്ച ദൈവം കൂടെ വന്ന് നിൽക്കുന്നു, അവൻ അനുഗ്രഹിക്കുന്നു. പിന്നെ യെശയ്യായിനകത്തോട്ട് 115:14 സങ്കീർത്തനം 25:12-13 സങ്കീർത്തനം 25:12-13 ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അവൻ തൻ്റെ നിയമം അവരെ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ സന്തതി ദേശത്തെ അവകാശമാക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജോഷുവയുടെ കൂടെ നടന്ന ദൈവം, മോശയുടെ കൂടെ നടന്ന ദൈവം, യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളിൽ ഉണ്ടായിരിക്കണം എന്നെനിക്ക് നിർബന്ധമാണ്. അത് നമ്മൾ നിർബന്ധം പറയും. ഇതിനൊരു വേറൊരു പോക്കുവഴി ഇല്ല കർത്താവ്. ഇത് മാത്രം നമ്മൾ പറയുമ്പം ദൈവം അത് ചെയ്തെടുത്ത് തരും. 140 ഇപ്പം ഞാൻ വായിച്ചത് 147:25-12-13 സങ്കീർത്തനം. അതുപോലെ തന്നെ സങ്കീർത്തനം 45:16 ഇങ്ങനെ വായിക്കുന്നു. നിൻ്റെ പുത്രന്മാർ നിൻ്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സകല ഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. അപ്പം എൻ്റെ പുത്രന്മാർ അപ്പന്മാരെക്കാട്ടിലും മഹത്വമുള്ളവരായി മാറുക തന്നെയല്ല, അവരെ സർവ്വഭൂമിയിലെയും പ്രഭു, അതായത് പ്രഭു എന്ന് പറയുമ്പം ഇസ്രായേൽ എന്നുള്ള പദമാണ് വരുന്നത്. യാക്കോബ് എന്നുള്ള പേര് മാറ്റി പ്രഭുവാക്കി മാറ്റിയവൻ. നമ്മുടെ മക്കളും ഒരു മൽപ്പിടുത്തം ദൈവത്തോട് കഴിയുമ്പം അവർക്ക് ഇസ്രായേൽ എന്ന പോലെ ഒരു പുതിയ പേര് ദൈവം ഇട്ട് കൊടുക്കുമെന്ന് നമ്മൾ പറയണം. നമ്മൾ പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഓരോന്നും എടുത്തുപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അത് തന്നെ. പിന്നെ യെശയ്യാ 44 ഇതൊക്കെ വളരെ ഒത്തിരിയും വാക്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ,
ഞാനീ പറയുന്നത്, ഞാൻ ഈ ഓരോന്ന് പറയുമ്പോഴും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ഇത് വെള്ളം പോലെ വീഴുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ മക്കളുടെ, ഭർത്താക്കന്മാർ, നമ്മൾ ആരുടെ ആഗ്രഹിച്ചു പ്രായം ചെന്നം കണ്ടെന്ന് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാതിരിക്കണം എന്നില്ല, അവർക്കും പ്രാർത്ഥന ആവശ്യമുണ്ട്. യെശയ്യാ നമ്മളിപ്പം പറയുന്നത് 44:3-5 വരെ വളരെ ഇതൊക്കെ അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഇതിനകത്തിരിക്കുന്നത്. 44 എടുക്കുകയാണ്, 4 തൊട്ട് മക്കളെക്കുറിച്ച് നിങ്ങൾ എടുത്ത് വായിക്കണം. ഇതിൻ്റെ അങ്ങോട്ട് ഞാനൊരു വചനം എടുക്കും, അതിൻ്റെ അപ്പുറം ഇപ്പുറം ഇതുപോലെ തന്നെ മേളും താഴെയും കൂടെ വായിക്കണം. അത് മാത്രമായിട്ട് വായിക്കല്ലേ. ദൈവം പറയുന്നത് ഇങ്ങനെ, അവർ മക്കളെക്കുറിച്ച് നിൻ്റെ സന്തതികളെല്ലാം, നീ ഭയപ്പെടേണ്ട. ഞാൻ ഏകദേശം 2-3 തൊട്ട് വായിക്കുന്നു 44. നീ ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കളും പകരും. നിൻ്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ പകരുകയും നിൻ്റെ സന്താനത്തിനും എൻ്റെ അനുഗ്രഹത്തെ പകരുകയും ചെയ്യും. അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾ കരികൾ അലരികൾ പോലെ മുളച്ചു വരും. ഞാൻ യഹോവയ്ക്കുള്ളവനെന്ന് ഒരുത്തൻ പറയും, മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിൻ്റെ പേരെടുക്കും. വേറൊരുത്തൻ്റെ തൻ്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന മറുപേരെടുക്കും. ഞാൻ ഇതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാം. ഇതൊക്കെ നമുക്കുള്ള പേരുകൾ ദൈവം തന്നിരിക്കുകയാണ്. കർത്താവ് പറയുന്നത്, നീ ഇത് വാങ്ങിച്ചെടുക്കാതെ ഞാനിത് എഴുതി വെച്ചിരിക്കുന്നു നിനക്കെടുത്ത് ഭക്ഷിക്കാനല്ലേ. ഈ എസെക്കിയേൽ 3:3 പറയുന്നു, ഞാനൊരു ചുരുള ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിത് പറയുമ്പോൾ ഞാൻ ഇത്രയും ക്ലിയറായിട്ട് അനേക മക്കൾക്ക് പ്രയോജനമാക്ക വിധത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുമ്പം നമ്മളത് എടുത്ത് ഉപയോഗിച്ചാൽ അത് നമുക്ക് അനുഗ്രഹമായി മാറുകയാണ്. കർത്താവ് 112-ാം സങ്കീർത്തനത്തിൻ്റെ 1-2, 112-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വചനം തന്നെ, അതായത് വചനമായിട്ട് തന്നെ വായിക്കുന്നത്. വചനത്തിന് കോട്ടവും തട്ടവും ഒന്നും വരെ ഒരു കോമ പോലും മാറാൻ സ്വർഗത്തിൽ അനുവദിക്കുന്നില്ല. നമ്മളത് വളരെ ലാഘവമായിട്ട് എടുക്കുന്നു. പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് എവിടെ, കോമ എവിടെയെന്ന് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ 112 യഹോവയെ സ്തുതിപ്പി, യഹോവയെ ഭയപ്പെട്ട് എൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകും. എന്തു വേണം? ഇതൊക്കെ പോരെ? എടുത്ത് പറഞ്ഞ് ഇതൊന്നും ആദ്യം ദഹിക്കത്തില്ല മക്കൾക്ക്. ഇത് വായിക്കും തോറും അവർ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ്. പക്ഷേ നമുക്കറിയാം, അരച്ച് കലക്കി ഇത് കൊടുക്കുമ്പോൾ ക്രമേണ, മരുന്ന് പെട്ടെന്നില്ലല്ലോ, ക്രമേണ അത് പ്രവർത്തിച്ചോളും. പ്രവർത്തിപ്പിക്കുന്നവൻ ദൈവം. പിന്നെ നമ്മൾ സംഖ്യാപുസ്തകത്തിനകത്ത് 6:24-27 വരെ, 6:24 ഏറണിക് ബ്ലെസ്സിങ്സാണ്. അഹറോനെ കൊണ്ട് ദൈവം പറഞ്ഞ് ബ്ലെസ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ വാക്ക്, എൻ്റെ വാക്യങ്ങളൊന്നും അല്ല. ഇതിനൊന്നും മാറ്റം വരത്തില്ല. അത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, എടുത്തു വായിക്കുക. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുണ്ടാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം. ഞാൻ അവരെ അനുഗ്രഹിക്കും ഉറപ്പ് പറയുന്നു. സങ്കീർത്തനം 100, അതുപോലെ തന്നെ സങ്കീർത്തനം 110 ഇപ്പം വായിച്ചതാണ്. പിന്നെ സങ്കീർത്തനം 128 യഹോവ ഭക്തനായ പുരുഷനാര്, അവൻ്റെ ഭാര്യ അവൻ്റെ കൈകളുടെ അധ്വാന ഫലം അവൻ അനുഭവിക്കും. അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി, അവൻ്റെ മക്കളെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഒലിവ് വൃക്ഷങ്ങൾ പോലെ സിയോനെന്ന് അവൻ കൈ ഉയർത്തി അനുഗ്രഹിക്കും. നിൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. ഇതൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മൾ പ്രയാസം വരുമ്പോൾ ഇതെല്ലാം മറന്നുപോകും. പ്രയാസത്തിൻ്റെ നടുക്ക് ഇതെടുത്തൊന്ന് വായിക്കാമോ? ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, ചിലപ്പം പല പ്രാവശ്യം. കുറേ നേരം വായിച്ചിട്ടും പ്രയോജനമില്ല. സാരമില്ല, എന്നാലും ഞാൻ വായിക്കുന്നു പറയണം. ആ ഒരു നിഷ്ഠ. പിന്നെ ആവർത്തന പുസ്തകം 28-1-13 വരെയുള്ള വാക്യ അനുഗ്രഹങ്ങളാണ്. പിന്നെ ദൈവം തമ്പുരാൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:17. ഇതൊക്കെ അങ്ങോട്ട് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്ലെസ്സിങ്സ് ഓഫ് ജോസഫ് 49, ഉൽപ്പത്തിയുടെ 22-26 വരെ ഇതെല്ലാം എടുത്ത് വായിക്കണം. യെശയ്യായുടെ വേരിൽ നിന്ന് ഒരു കമ്പങ്ങോട്ട് പുറപ്പെട്ട് വന്നിട്ട് അതങ്ങനെ ഫലം കായ്ച്ചങ്ങനെ നിൽക്കുക. കാരണം ഞാൻ ഈ പറയുന്നതെല്ലാം ഫലമായിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് യെശയ്യാ 11:2 യഹോവയുടെ ആത്മാവിനെ തന്നെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും യഹോഭക്തിനും പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് തരുന്നു. ഹൃദയ ദൃഷ്ടി തുറക്കണമെന്ന്. അത് മക്കൾക്കല്ല, നമ്മുടെ തുറന്നിട്ട്
എൻ്റെ മക്കളുടെ എൻ്റെ അവകാശം എന്തെന്ന് ഞാൻ മനസ്സിലാക്കണം. അതിന് എഫേസ്യർക്ക് ലേഖനം 1:17 തൊട്ട് 20 വരെയുള്ള എടുത്ത് വായിക്കുക. നമ്മുടെ ഹൃദയദൃഷ്ടി തുറന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ മക്കളാണെന്നും എനിക്കൊരവകാശമുണ്ടെന്നും എനിക്ക് പരിശുദ്ധാത്മാവുണ്ടെന്നും എന്നിൽ വസിക്കുന്നവൻ ഈ ലോകത്തിലുള്ളതിനെക്കാട്ടി വലിയവനാണെന്നും ഞാനൊരു പ്രാർത്ഥന അയച്ചാൽ അവന് ഉത്തരം തരുമെന്നും എനിക്കുറപ്പുണ്ട്. ആ ഉറപ്പാണ് ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ അനുഗ്രഹിക്കേണ്ടതായ വചനങ്ങൾ അധികമായിട്ട് വേദപുസ്തകത്തിലുള്ളത് ഞങ്ങൾ അല്പമൊക്കെ എടുത്ത് എന്നും വായിക്കാൻ തക്കണം ഒരു ഉടമ്പടി എടുക്കുക. ദിനംപ്രതി ഇതെടുത്ത് വായിച്ച് മക്കളെ അനുഗ്രഹിക്കുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇത് വായിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കർത്താവേ, ഇത് പഠിക്കും തോറും അവരുടെ ജ്ഞാനം ബുദ്ധി പ്രകാശിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഒരു വൃക്ഷമുണ്ടായിട്ട് അതിൽ നിറച്ച് ഫലങ്ങൾ എന്ന് പറയുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇതിങ്ങനെ ഫലങ്ങളിൽ പേരെഴുതി തൂങ്ങിക്കിടക്കുകയാണ്. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് മക്കൾക്ക് എടുത്തു കൊടുക്കാൻ ഈ അമ്മമാർക്ക് കൃപ കൊടുക്കണം, അപ്പന്മാർക്ക് കൃപ കൊടുക്കണം. ചുമ്മാതെ വേവലാതി അവരൊക്കെ തോന്നിവാസം ജീവിച്ചിട്ട് മക്കളെ ശരിയാക്കി വളർത്താൻ അറിയാൻ വയ്യാതെ നശിച്ചു പോകുന്ന ഒരു കാലയളവിൽ ഞങ്ങളുടെ പ്രാർത്ഥന നിൻ്റെ മുമ്പിൽ കടന്നു വന്നിട്ട് ഉത്തരമായിട്ട് ഫലം അനുഭവിക്കുന്നവരായിട്ട്, ദൈവസ്നേഹത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവരാക്കി മാറ്റിയെടുത്തേ പറ്റൂ. ദൈവം അത് തിരഞ്ഞെടുത്തേ പറ്റൂ. കതിരും പതിരും മാറ്റുന്ന പോലെ മാറ്റിയൊക്കത്തുള്ള പിച്ച അത് ചെയ്തേ പറ്റൂ. നിൻ്റെ മക്കൾ, ദൈവത്താൽ നിയോഗിച്ചയച്ച മക്കൾ ദുഷ്ടൻ്റെ ആലയത്തിൽ ഒക്കത്തില്ലായിരിക്കാൻ. ആലയം പൊളിച്ചു കളഞ്ഞിട്ട് ദൈവമക്കൾ തിരിച്ചു കടന്നവരുണ്ട്. ലെറ്റ് മൈ പീപ്പിൾ ഗോ ടു വർഷിപ്പ് ദ ലിവിങ് ഗോഡ്. അങ്ങനെ സംഭവിക്കട്ടെ. വചനം അയച്ചിരിക്കുന്നു. മോശയെ കൊണ്ട് ദൈവം അങ്ങനെ പറയിപ്പിച്ചതുപോലെ ഞങ്ങളും പറയുന്നു. യേശു ക്രിസ്തുവിൽ ഒരു വിടുതലുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. വചനം അയച്ചു സ്വാതന്ത്ര്യത്തിലാക്കി കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്താൻ ഞങ്ങളുടെ തലമുറകളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.